കൊടിക്കുന്നിൽ സുരേഷ് എം പി ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ നോക്കൂ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കില്ല എന്ന്. പക്ഷേ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ നാടകം തന്നെയല്ലേ ബിജെപിയുടെ? തീർച്ചയായിട്ടും. കാരണം ഇതിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞതാണ്, ഒരു കാരണവശാലും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ജാമ്യത്തെ എതിർക്കുകയില്ല, സംസ്ഥാന ഗവൺമെന്റ് ഇത് ജാമ്യം കൊടുക്കുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന്. എന്ന് മാത്രമല്ല, ഇത് എൻ ഐ എ കോടതി പരിശോധിക്കേണ്ട കാര്യമില്ല, എൻ ഐ എ കോടതിക്ക് പരിഗണിക്കേണ്ട ഒരു കേസുമല്ല എന്ന് ആഭ്യന്തര വകുപ്പ് കൊണ്ട് തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്ന് ബിലാസ്പൂർ കോടതിയിൽ എന്താ നടന്നിരിക്കുന്നത്? ബിലാസ്പൂരിൽ ആണ് ഇന്ന് കോടതി വാദം നടന്നത്. ആ ബിലാസ്പൂർ കോടതിയിൽ നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ നമുക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പിന് വിപരീതമായി പ്രോസിക്യൂഷൻ ജാമ്യം കൊടുക്കുന്നതിനെ എതിർത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ന് വിധി പറയുന്നതിന് പകരം നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നാളത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറയുന്നത് തന്നെ അതിലെന്തോ സൂചന ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരു വശത്ത് ഉറപ്പു തരുന്നു ജാമ്യത്തെ എതിർക്കില്ല, ജാമ്യം ലഭിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് പറയുന്നു. മറുവശത്ത് അതിന് നേരെ എതിരായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വലിയ രീതിയിലുള്ള ഒരു കള്ളക്കളി തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും. ഇക്കാര്യത്തിൽ അവർക്ക് ആത്മാർത്ഥതയില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്നത്തെ വിധി പറയാതെ ഇത് നാളത്തേക്ക് മാറ്റിവെച്ചത് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സുരേഷ്, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരാം. ഇപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകന്റെ പ്രതികരണം വരുന്നുണ്ട്. विवेचना जो है, इसलिए हमने जमानत का विरोध किया है. എന്തായാലും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ടെലിഫോൺ ലൈനിൽ തുടരുന്നു എന്ന് കരുതുന്നു. ഇതിപ്പോൾ പ്രോസിക്യൂഷൻ എതിർത്തത് ഒരു തിരിച്ചടിയാകാൻ ഇടയുണ്ടോ നാളെ വിധി വരുമ്പോൾ? അല്ല, ഇതിനകത്ത് പ്രോസിക്യൂഷൻ എതിർത്താലും കോടതിക്ക് ഇതിനകത്ത് ബേസ്ലെസ് ആയ അലിഗേഷനാണ് എഫ്ഐആറിൽ വന്നിരിക്കുന്നതിന് കാര്യമായ തെളിവുകളൊന്നും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജഡ്ജിക്ക് ജാമ്യം തരാവുന്നതാണ്. വാദം കേട്ട ജഡ്ജിക്ക് ജാമ്യം തരാവുന്നതാണ്. യഥാർത്ഥത്തില് എന്താണ് ബേസ്ലെസ് അലിഗേഷനാണ്. അതിനകത്ത് അവർക്ക് എവിഡൻസ് ഒന്നും പ്രൂവ് ചെയ്യാൻ കോടതിയിൽ കഴിഞ്ഞില്ല എന്നാണ് അപ്പോ അഭിഭാഷകർ ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായും നമുക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ ജഡ്ജിക്ക് പ്രോസിക്യൂഷൻ എതിർത്താൽ പോലും ജഡ്ജിക്ക് ജാമ്യം തരാവുന്നതാണ്. എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നടപടികളെന്ന് കണ്ടിരിക്കുന്നത്. കാരണം പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ചില്ല, ജാമ്യം കൊടുക്കുന്നതിന് സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത. തുടർന്ന് വിശദാംശങ്ങൾ ഇനിയും കോടതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഇന്ന് താങ്കൾ അവിടെ എത്തി ജയിലിലെത്തി കന്യാസ്ത്രീകളെയൊക്കെ കണ്ടിരുന്നല്ലോ, അവർ വലിയ പ്രതീക്ഷയിലാണോ ഇപ്പോഴും? തീർച്ചയായും. ഞങ്ങള് ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം ഇന്നലെ ഉണ്ടായ ആഭ്യന്തരമന്ത്രി കണ്ട കാര്യങ്ങളും സംസ്ഥാന ഇടപെടലൊക്കെ കണ്ടപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയായിരുന്നു. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീമാര് ഇന്ന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആകെ 5-6 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്, തിരുവസ്ത്രം ധരിച്ച് കിടക്കുകയാണ്. അവർക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഏത് വിധേന അവർക്ക് ജയിലിൽ നിന്ന് മോചനം കിട്ടുന്ന പ്രതീക്ഷയിലാണ് അവരവിടെ കഴിയുന്നത്. പക്ഷെ ആ ജാമ്യം ഇന്ന് കിട്ടാതെ നാളത്തേക്ക് മാറ്റി അവർ കൂടുതൽ ഒരു പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യം. ശരി, നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി.